മഴത്തോട്ട് മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെക്കുറിച്ചുള്ള ചിന്തകൾ സ്റ്റാൻലിയുടെ മനസ്സിൽ തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അലീനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞേ പറ്റുകയുള്ളൂ. അന്ന് എന്താണ് സംഭവിച്ചത് എന്നും വൈജയന്തിയെ വീട്ടുകാരൊക്കെ കൂടെ പിടിച്ചു കൊണ്ടുപോയി എന്നാണല്ലോ അപ്പച്ചൻ പറഞ്ഞത്. അതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും ബാലചന്ദ്രൻ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെന്നുള്ളത് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം എന്താണ് നടന്നത് എന്നുള്ളത് അപ്പച്ചന് കൃത്യമായിട്ട് അറിയാം. അപ്പച്ചനും വൈജയന്തിയുടെ അച്ഛനും ചേർന്നിട്ടാണ് വൈജയന്തിയെയും ഒക്കെ എന്നിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിച്ചത് എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അതിനെക്കൊണ്ട് അവരുടെ വായിൽ നിന്നും തന്നെ എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റുകയുള്ളൂ. വൈജയന്തിയുടെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് സ്റ്റാൻലി. എന്നിട്ട് ഇത്രയും കാലം അവളെന്നെ ചതിച്ചു എന്നുള്ള രീതിയിലാണല്ലോ ഈശ്വരൻ ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നേരെ ഔദച്ചായനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്താണ് ഔദച്ചായൻ ആരോ ആയിട്ട് സംസാരിക്കുന്നത് കാണുന്നത്. അത് തൻ്റെ ഉറ്റ സുഹൃത്തുമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. സ്റ്റാൻലിയുടെ കാര്യവും വൈജയന്തിയുടെ കാര്യവും തന്നെയാണ് ആ ഫോണിലൂടെയുള്ള ചർച്ച. അങ്ങനെ അപ്പച്ചൻ പറയുന്നുണ്ട്, എടോ അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞു. അന്ന് നമ്മൾ മാത്രം അറിഞ്ഞിരുന്ന ആ രഹസ്യമായിരുന്നല്ലോ. ഇന്ന് പക്ഷേ അത് പരസ്യമായിരിക്കുകയാണ്. വൈജയന്തിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ആ വിഷയം അറിഞ്ഞുകൊണ്ട് സ്റ്റാൻലിയെ കാണാൻ വന്നിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ലടാ. സ്റ്റാൻലി എന്തായാലും അവളെ അന്വേഷിച്ചിറങ്ങാനുള്ള പുറപ്പാടാണ്. കഴിയതും ഞാനത് തടയിടാൻ നോക്കും എന്നൊക്കെ അപ്പച്ചൻ പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ സ്റ്റാൻലി കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പച്ചൻ പറയുന്നുണ്ട്, അന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുമല്ലോ. എന്തായാലും അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അവരുടെ എൽസമ്മ ഓരൊക്കെ മക്കളും ഒക്കെ ഇപ്പോഴും ഉള്ള സ്ഥിതിക്ക് അവരിതേക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എന്താവും? അല്ലെങ്കിൽ തന്നെ ജീവിതം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇതും കൂടെ അറിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇനിയിപ്പോൾ ഇവൻ വൈജയന്തിയുടെ പിന്നാലെ പോകുമോ എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ്. എന്തായാലും പണ്ട് പ്രണയിച്ച പെണ്ണല്ല, അതുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ അപ്പച്ചൻ ഔദച്ചായൻ തൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഓ അപ്പച്ചനിപ്പോൾ ഞാൻ വൈജയന്തിയെ കാണാൻ പോകുന്നതും അലീനയെ കാണാൻ പോകുന്നതിനുള്ള ടെൻഷനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ അനുഭവിച്ച ടെൻഷൻ്റെ അടുത്തൊന്നും ആരും അനുഭവിക്കുന്നുണ്ടാവില്ല. അന്ന് വൈജയന്തിയെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സമനില തെറ്റുന്നത് പോലെയായിരുന്നു. ഇവരോടൊക്കെ ഞാൻ എത്ര തവണ അവൾ എവിടെയാണെന്നുള്ളത് ചോദിച്ചതായി, എന്നിട്ടും ഒരു വിവരം തരാതെ എന്നെ ചതിക്കുകയായിരുന്നല്ലേ. അപ്പച്ചനും ഇതിൽ കൂട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ള ഒരു സത്യമൊക്കെ സ്റ്റാൻലി തിരിച്ചറിയുകയാണ്. അങ്ങനെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്റ്റാൻലിക്ക് അലീനയെ ചെന്ന് കണ്ടിട്ട് അലീനയെ ഒരു നോക്ക് കാണാനും ഒക്കെ ആഗ്രഹം തോന്നുകയും അലീനയോട് മാപ്പ് പറയാനും അതുപോലെ വൈജയന്തിയെ കണ്ടെത്തിയിട്ട് വൈജയന്തിയോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുകയാണ്.